സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങാവുന്ന ഏറ്റവും നല്ല സീറോ ബാലൻസ് സേവിംഗ് അക്കൗണ്ടുകളിലൊന്നാണ് ഇൻഡസ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് സേവിംഗ് അക്കൗണ്ട്. 4 തരത്തിലുള്ള സേവിംഗ് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നതാണ് ഇൻഡസ് ബാങ്കിൽ. അതിൽ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണുക. അതുപോലെ മറ്റേതെങ്കിലും ബാങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ബാങ്കിംഗ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻഡസ് ബാങ്കിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുന്നതെന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ടൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ കാണാം. അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസിലായിരിക്കും എത്തിച്ചേരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഫുൾ നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ പാൻ കാർഡിലുള്ള ഫുൾ നെയിം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് മൊബൈൽ നമ്പർ, അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറായിരിക്കും നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ എപ്പോഴും ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ പിൻ കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഡസ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സൈറ്റിലേക്ക് നമ്മളിത് അവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ ഓപ്പൺ യുവർ അക്കൗണ്ട് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും, എൻ്റർ യുവർ മൊബൈൽ നമ്പർ. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അപ്പോൾ ആധാറിലൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറായിരിക്കും ഇവിടെ ടൈപ്പ് ചെയ്യാൻ. ഇത് തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് നമ്പറായിട്ടും ലഭിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം താഴെയായിട്ട് യുവർ അക്കൗണ്ട് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് ആ മൊബൈൽ നമ്പർ അവൈലബിൾ ആണെങ്കിൽ വരും. അപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം അവിടെ അവൈലബിൾ എന്ന് കാണാം. അവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ നമുക്ക് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പരൊക്കെ ഓർമ്മിച്ച് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് നമ്പറായിട്ടും ലഭിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫോണിലേക്കൊരു മെസ്സേജ് വരും, അതിലൊരു OTP ഉണ്ടാവും. അപ്പോൾ നമുക്ക് OTP നമ്മൾ ഒരു 6 അക്ക പിൻ നമ്പറാണ്. അത് നമ്മൾ ഇവിടെ എൻ്റർ OTP എന്ന് പറഞ്ഞ പേജ് നമുക്കിവിടെ ഓപ്പണായി വരും. അതിൽ നമ്മളവിടെ ഈ OTP ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ നമുക്ക് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് ആധാർ ആൻഡ് പാൻ വെരിഫിക്കേഷനാണ്. അപ്പോൾ KYC എന്ന് പറയുന്നത് ആധാർ ആൻഡ് പാൻ വെരിഫിക്കേഷൻ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാർ കാർഡിലെ ആധാർ നമ്പറും അത് കഴിഞ്ഞ് പാൻ കാർഡിൻ്റെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ടിക്ക് മാർക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പാൻ കാർഡിൽ എന്തെങ്കിലും നെയിം വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെൻഡ് വെരിഫിക്കേഷൻ OTP കൊടുത്തതിന് ശേഷം ഞാനിവിടെ കാണിക്കാം. ജസ്റ്റ് സെൻഡ് വെരിഫിക്കേഷൻ OTP, അതായത് നമ്മൾ പാൻ കാർഡിൻ്റെ ആധാറിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു ഓപ്ഷൻ ആയിരിക്കും താഴെ വരും, എൻ്റർ OTP എന്ന് പറഞ്ഞിട്ട്. അവിടെ നമുക്ക് മെസ്സേജായിട്ട് വീണ്ടും ഒരു OTP വന്നിട്ടുണ്ടാവും. അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലാണ് ഈ OTP വരുന്നത്. ആ OTP നമ്മളിവിടെ കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ താഴെ ടിക്ക് മാർക്ക് ഡിഫാൾട്ടായിട്ട് ഓപ്പൺ ആയിരിക്കും. ടിക്ക് മാർക്ക് കൊടുത്തു. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആധാർ പാൻ കാർഡ് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാകില്ല. അല്ലാത്തവർക്കാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കിനി അക്കൗണ്ട് ഓപ്പൺ ആവും. അപ്പോൾ ഇനി ആധാറിലോ പാൻ കാർഡിലെ അഡ്രസ്സിലോ അല്ലെങ്കിൽ നെയിമിലോ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്കത് മാറ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളതുകൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്നിട്ടുള്ളത് സീൻ യുവർ നെയിം അതായത് പാൻ കാർഡിലും ആധാറിലും നെയിമിന് എന്തോ മിസ്മാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ KYC വഴി ഇത് പരിഹരിക്കാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് താഴെ ഒരു ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ സാധാരണ മിസ്മാച്ച് ഒന്നും ഇല്ലാത്തവർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആവും. ഇത് രണ്ടും ചെയ്തതിന് ശേഷം വീഡിയോ KYC കൊടുക്കുമ്പോൾ തന്നെ അക്കൗണ്ട് ഓപ്പൺ ആവുകയും നമുക്ക് മെസ്സേജ് വരികയും ചെയ്യും. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ വിവാഹിതനാണോ അത് ചോദിക്കും, അത് മെറിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ജോലി ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ജോലിയാണോ ഉള്ളത് ആ ജോലി അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ വാർഷിക വരുമാനമാണ്. അതായത് നമുക്ക് എത്ര രൂപ ഒരു വർഷം വരുമാനം ഉണ്ടെന്നാണ്. നമുക്ക് വേണമെങ്കിൽ എത്ര രൂപയാണോ വരുന്നത് അത് കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കൊടുത്താലും മതിയാവും. അത് കഴിഞ്ഞ് നമ്മുടെ അഡ്രസ്സ് എല്ലാം അവിടെ വന്നിട്ടുണ്ടാവും, ആധാർ നമ്പരൊക്കെ കൊടുത്തത് കൊണ്ട്. അല്ല എങ്കിൽ നിങ്ങൾക്കതൊന്ന്
ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സൊക്കെ വേറെ ആണെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം ആധാർ ലിങ്കിങ് സീഡിങ് എന്ന് പറഞ്ഞിട്ട് വരും. അതിന് മുമ്പേ സെലക്ട് ബ്രാഞ്ച് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ബ്രാഞ്ച് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേറെ ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് കൊടുത്തപ്പോൾ ആധാറൊക്കെ ഡീറ്റെയിലും പാൻ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഒരു വെരിഫിക്കേഷൻ, അതായത് KYC കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ടിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവസാനത്ത് സെലക്ട് ചെയ്യുക. കഴിഞ്ഞ് സേവ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത് നമ്മുടെ നോമിനി ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ കാണാം. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ വൈഫിൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ നോമിനിയായിട്ട് നമുക്ക് ചേർക്കാം. അതായത് നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ ആർക്ക് കിട്ടണമെന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ നോമിനി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു സെഗ്മെൻറ്റിലേക്ക് പോകും. ഇവിടെ നമുക്ക് ഇൻഡസ് ഓൺലൈൻ അക്കൗണ്ട് ഏത് അക്കൗണ്ടാണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ് ചോദിക്കുന്നത്. സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ തന്നെ വിവിധ തരത്തിലുള്ള അക്കൗണ്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തേതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തതും നല്ലൊരു ഓപ്ഷനാണ്. 5000 രൂപ വർഷത്തിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് പൈസ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം. ബാലൻസ് ഒന്നും സീറോ ബാലൻസ് തന്നെയാണ് ഇതെല്ലാം. പക്ഷേ നമ്മൾ 20000 രൂപ ഇനിഷ്യൽ ഫണ്ടിങ് ആദ്യം നമ്മളൊന്ന് കൊടുക്കുക. പിന്നെ 3500 രൂപ ഒരു വർഷത്തിൽ ഇടപാട് നടത്തിയിരിക്കണം, അതായത് വന്നു പോയിരിക്കണം അക്കൗണ്ട് വഴി. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിനും ബെനിഫിറ്റ് ഉണ്ടാവും. നമുക്കവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അക്കൗണ്ട് വിത്ത് മിനിമം ബാലൻസ് റിക്വയർമെൻ്റ് ആണ്, താഴെ 2 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഏറ്റവും ലാസ്റ്റുള്ളൊരു അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഞാൻ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുന്നില്ല. നിങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആവശ്യമുണ്ട്, ആദ്യത്തിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് താഴെ ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഏതാണ്ട് ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് UPI ID ആയിട്ട് നമ്മുടെ ഈ മൊബൈൽ നമ്പർ തന്നെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് വരുന്നത്, അപ്പോൾ UPI ID നമ്മുടെ മൊബൈൽ നമ്പർ ഇൻഡസ് എന്ന് പറഞ്ഞിട്ട് വരും, അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഐ ആൾറെഡി ഹാവ് എ മൊബൈൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ വേണമെന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ ടിക്ക് മാർക്ക് ജസ്റ്റ് ആൾറെഡി ഹാവ് അതൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കണ്ട. അത് കഴിഞ്ഞിട്ട് മൊബൈൽ ബാങ്കിങ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ബാങ്കിങ് ഉപയോഗിക്കുന്നതിനുള്ള യൂസർ നെയിം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പേര് തന്നെ നമുക്കവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അവിടെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റർ MPIN, അതായത് നമ്മൾ മൊബൈൽ ബാങ്കിങ് ആപ്പ് ഉപയോഗിക്കുന്നതിന് നമുക്കൊരു 6 അക്ക പിൻ നമ്പർ വേണം. അത് നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇത് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പറാണ്. അത് കഴിഞ്ഞ് നമുക്ക് താഴെ ഒരു ടിക്ക് മാർക്കുണ്ട്. ആ ടിക്ക് മാർക്ക് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ നമുക്കവിടെ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് വരുന്നൊരു ഓപ്ഷനാണ് കംപ്ലീറ്റ് യുവർ KYC നൗ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൊസീഡ് ഫോർ വീഡിയോ KYC എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇത് ആധാറും പാൻ കാർഡും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ KYC ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോ KYC വഴി പരിഹരിക്കേണ്ടത്. അപ്പോൾ അവർ ഇംഗ്ലീഷിലാണ് ചോദ്യം ചോദിക്കുന്നത്. ചോദ്യമൊന്നുമില്ല, നമ്മുടെ ഒരു വെള്ള പേപ്പറിൽ നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ ഒന്ന് എഴുതി വയ്ക്കുക, സിഗ്നേച്ചർ ഇട്ട് വയ്ക്കുക. അതൊന്ന് അവരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ നമുക്ക് നമ്മുടെ പാൻ കാർഡും ഒറിജിനൽ പാൻ കാർഡും ആധാറും നമ്മുടെ കയ്യിൽ വീഡിയോ KYCക്ക് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് പ്രൊസീഡ് ഫോർ വീഡിയോ KYC എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത്തരമൊരു പേജിലേക്ക് നമ്മൾ വരും. ഇവിടെ നമ്മൾ ക്യൂവിലാണെന്ന് കാണിക്കും KYCക്ക് വേണ്ടിയിട്ട്. ഇവിടെ 3ാമത്തെ ആളാണ്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം, കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ഏകദേശം ഒരു അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ശരിയായത്. 2ാമത്തെ ക്യൂ ആവും, അത് കഴിഞ്ഞ് 1 ആവും. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ചാറ്റ് ചെയ്യാം, ഹായ് എന്ന് അടിക്കുക. അപ്പോൾ എനിക്കിത് കാണിക്കാൻ കഴിയില്ല, കാരണം വീഡിയോ KYCയിൽ ഈ വീഡിയോ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് റെക്കോർഡാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്കി ഡീറ്റെയിൽ കാണിക്കാത്തത്. വളരെ സിമ്പിളാണ്. അവർ വീഡിയോ ആയിട്ട് നമ്മളെ ഫേസ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ വേറൊരാൾ നമ്മുടെ ബാങ്കിൽ നിന്നൊരു സ്റ്റാഫ് നമ്മളോട് സംസാരിക്കും. ഹിന്ദിയിലായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുക. അപ്പോൾ അവർ ഇംഗ്ലീഷിലേക്ക് സംസാരിക്കും.
നമ്മുടെ പാൻ കാർഡ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മളന്ന് പാൻ കാർഡിൻ്റെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ബാക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പാൻ കാർഡ് ആധാറും ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. നമ്മുടെ ഒരു പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ട് വയ്ക്കുക, നമ്മുടെ ഒപ്പിട്ട് വയ്ക്കുക, അതൊന്ന് കാണിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അവർ ഇത് നമ്മൾ വീഡിയോ KYC കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ റിജക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ പോയിട്ട് നമ്മൾ അടുത്തുള്ളൊരു ബ്രാഞ്ചിൽ പോയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്തതിന് ശേഷം 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണായി എന്നുള്ള ഇമെയിലും മെസ്സേജും ഒക്കെ വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.